അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. പുതിയൊരു സൂറത്ത് തുടങ്ങുകയാണ്. അത് സൂറത്തുൽ ജിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തൊരു കൂട്ടം ജിന്നുകൾ വരികയും അവർ ഖുർആന് പഠിക്കുകയും ചെയ്ത വിവരം നമുക്ക് അറിയുണ്ടാവുമല്ലേ. ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ സൂറത്തുൽ ജിന്നിൽ വിവരിക്കുന്നത്. ജിന്ന് എന്ന പദത്തിനർത്ഥം മറിഞ്ഞിരിക്കുന്നത്, അതായത് വഴബിയായത് എന്നാണ് അർത്ഥം. മറിഞ്ഞിരിക്കുന്നത് എന്നാണ്. ജിന്നുകളെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാവാം ആ പേര് വന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽപ്പെട്ടവർ തന്നെയാണ് ജിന്നുകൾ. 3 വിഭാഗത്തിൽപ്പെട്ട സൃഷ്ടികൾ നമുക്ക് കാണാൻ കഴിയും: മലക്ക്, ജിന്ന്, മനുഷ്യന്. ഇതിൽ നമുക്ക് മനുഷ്യനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ജിന്നുകളെ നമുക്ക് കാണാൻ കഴിയില്ല. മലക്കുകളെയും അതേപോലെ കാണാൻ കഴിയില്ല. എന്നാൽ അവർ ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം. അതാണല്ലോ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നത് തന്നെയാണ്. നരകവും സ്വർഗവും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത സംഗതികളാണ്, വഴബിയായ സംഗതികളാണ്. അവ വിശ്വസിക്കുക, അവയുണ്ട് എന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ്. മനുഷ്യരെ പോലെ തന്നെ ജിന്നുകളിലും നല്ലവരും ചീത്തവരും ഉണ്ട്. അള്ളാഹുവിനും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നവരും അല്ലാത്തവരും ഉണ്ട്. ഇബ്ലീസ് എന്ന് പറയുന്നത് ജിന്നുവർഗത്തിൽപ്പെട്ടവനാണ്. ആദം നബിയെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇബ്ലീസിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആദം നബിയെ സൃഷ്ടിച്ച സമയത്ത് അള്ളാഹു ഇബ്ലീസിനോട് പറയുന്നുണ്ട് ആദമിനെ സുജൂദ് ചെയ്യാൻ. ആ സമയത്ത് ജിന്ന് പറയുന്നത്, എന്നെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് എന്തുകൊണ്ട് സുജൂദ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് അവരുടെ അഹങ്കാരത്തിന്റെ ഭാഗമായിട്ട് സ്വർഗത്തിൽ നിന്ന് അവരെ അട്ടിപ്പുറത്താക്കുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കാറുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഔദു ഓതിയിട്ടാണ് തുടങ്ങുന്നത്. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് എന്നോട് ഞാൻ അഭയം തേടുന്നു എന്നാണ് നാം പ്രാർത്ഥിക്കാറുള്ളത്. എന്തായാലും ജിന്നുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ സൂറത്തിലൂടെ പഠിക്കാം. എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക, അറിയുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ജിന്ന് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ വഅന്നഹു തആലാ ജദ്ദു റബ്ബിനാ മത്തഖദ സ്വാഹിബതൻ വലാ വലദാ വഅന്നഹു കാന യഖൂലു സഫീഹുനാ അലല്ലാഹി ശതതാ وأنا ظننا أن لن تقول الإنس والجن على الله كذبا قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا قل നബിയെ താങ്കൾ പറയുക, ഓഹിയ ഇലയ്യ, എനിക്ക് വഹ്യ് നൽകപ്പെട്ടിട്ടുണ്ടെന്ന്. അന്നഹു തീർച്ചയായും സ്തമഅ ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടെന്ന്. നഫറും മിനൽ ജിന്ന് ജിന്നുകളിൽപ്പെട്ട ഒരു കൂട്ടർ. ഫഖാലു എന്നിട്ടവർ പറഞ്ഞു, ഇന്നാ സമിഅന നിശ്ചയമായും ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഖുർആനൻ അജബ ആശ്ചര്യകരമായ ഖുർആൻ പാരായണം. അതായത് ജിന്നുകളിൽപ്പെട്ട ഒരു കൂട്ടർ താങ്കളുടെ ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെന്ന് നബിയെ താങ്കൾ പറയുക എന്ന് അള്ളാഹു നബിയോട് പറയുകയാണ്. യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി, എന്നിട്ട് ജിന്നുകൾ തന്നെ അവരെന്നെ പറയാണ്, യഹ്ദീ അത് വഴി കാണിക്കുന്നു, ഇലർ റുശ്ദി സന്മാർഗത്തിലേക്ക്, ഫആമന്നാ ബിഹി അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ വിശ്വസിച്ചു, വലൻ നുശ്രിക ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല, ബിറബ്ബിന ഞങ്ങളുടെ റബ്ബിനോട്, അഹദ ഒരാളെയും തന്നെ. വഅന്നഹു തആലാ ജദ്ദു റബ്ബിനാ മത്തഖദ സ്വാഹിബതൻ വലാ വലദാ
വഅന്നഹു തീർച്ചയായും തആല ഉന്നതമായിരിക്കുന്നു ജദ്ദു റബ്ബിന ഞങ്ങളുടെ റബ്ബിന്റെ മഹത്വം ഉന്നതമാണ് മത്തഹദ അവൻ ഏർപ്പെടുത്തിയിട്ടില്ല സ്വാഹിബത്തൻ ഒരു ഭാര്യയെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ വലത ഒരു സന്താനത്തെയും. അതായത് ഞങ്ങളുടെ രക്ഷിതാവിന്റെ മഹത്വം ഉന്നതമാണ്, അവൻ ഒരു ഭാര്യയെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. വഅന്നഹു കാന യഖൂലു സഫീഹുനാ അലല്ലാഹി ശതത. വഅന്നഹു കാന ആയിരുന്നു എന്നും യഖൂലു അവർ പറയും സഫീഹുന ഞങ്ങളിലെ വിഡ്ഢികൾ അലല്ലാഹി അല്ലാഹുവിന്റെ മേൽ ശതത അക്രമം അനീതി. അതായത് ജിന്നുകൾ തന്നെ പറയാണ് വന്നഹു കാന യഖൂലു സഫീഹുന അലല്ലാഹി ശതത ഞങ്ങൾപ്പെട്ട ചില വിഡ്ഢികൾ അലല്ലാഹി ശതത അള്ളാഹുവിന്റെ മേൽ അതിക്രമപരമായ പരാമർശം നടത്തുമായിരുന്നു. ജിന്നുകൾ പറയാണ് ഞങ്ങൾപ്പെട്ടൊരു കൂട്ടര് അള്ളാഹുവിനെ പറ്റി അതിക്രമപരമായ പരാമർശം നടത്തുമായിരുന്നു. فأنا ظننا أن لن تقول الإنس والجن على الله كذبا. فأنا ظننا ഞങ്ങൾ വിചാരിച്ചു അല്ലൻ തഖൂല പറയുകയില്ല തന്നെ ഇൻസു മനുഷ്യൻ ജിന്നും ജിന്ന് അലല്ലാഹി അള്ളാഹുവിന്റെ മേൽ കദിബ കളവ് പറയുക. ജിന്നുകൾ പറയാണ് ഞങ്ങൾ വിചാരിച്ചു മനുഷ്യരും ജിന്നുകളും അള്ളാഹുവിന്റെ മേൽ ഒരിക്കലും കളവ് പറയുകയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ജിന്നിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് എടുത്തത്. എല്ലാവരും പരമാവധി പഠിക്കാൻ ശ്രമിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. അടുത്ത ക്ലാസ് ആകുന്നത് വരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.